എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവനെയാണെങ്കിൽ ഒരാൾ കിഡ്നാപ്പ് ചെയ്തിട്ട് ഒരു ഇരുട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടുകയാണ്. അവൻ്റെ കണ്ണും കൈയും ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അവൻ എവിടെയാണെന്ന് പോലും മനസ്സിലാവാത്ത വിധത്തിൽ അവന് കെട്ടിയിട്ടിരിക്കുകയാണ്. അവൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരാൾ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് അയാളാണെങ്കിൽ അയാളുടെ ദേഹത്തുള്ള പെട്രോളൊക്കെ അവൻ്റെ ദേഹത്ത് ഒഴിക്കുകയാണ്. എന്നിട്ട് അവിടെ മൊത്തം പെട്രോൾ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ തീ പടർത്തി വിടുകയാണ്. തീയുടെ സൗണ്ടും ഒക്കെ കേൾക്കുമ്പോൾ ഇവൻ ഒരുപാട് പേടിയാവുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ഒരു കല്ല് വെച്ച് ആ കയറ് കെട്ട് അവുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അയാളുടെ ശ്രദ്ധ മാറ്റി വിടാനും അവൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ എങ്ങനെയൊക്കെയോ ലാസ്റ്റ് മിനിറ്റിൽ അവൻ കയർ അവുക്കുകയും അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് തന്നെ ആ കിഡ്നാപ്പർ അവനെ പിടിക്കുകയും അവൻ്റെ കഴുത്ത് ഞെരിച്ച് അവനെ കൊല്ലാൻ നോക്കുകയും ചെയ്യുകയാണ്. അവന് ഒട്ടും തന്നെ ശ്വാസം കിട്ടാതെ അവൻ അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ കിഡ്നാപ്പർ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ ഡ്രഗ് ഡീലറിൻ്റെ പേര് അറിയാമോ? അവൻ എവിടെയാണുള്ളത് എന്ന് അവൻ എവിടെയാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടാമെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ ആദ്യം ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് അറിഞ്ഞുകൂടാ, അവരാരാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും പക്ഷെ അവൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. ഇവനെ കൂടുതലും ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് അവന് ശ്വാസം കിട്ടാതെ ഒരവസ്ഥയാകുമ്പോൾ അവൻ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന ആളെ എനിക്കറിയില്ല, പക്ഷേ ആ ആളെ അറിയാമെന്നുള്ള മറ്റൊരാളെ എനിക്കറിയാം. അയാൾ വഴി നമുക്ക് നിങ്ങൾ പറയുന്ന ആളെ കണ്ടെത്താം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയാണ്. അങ്ങനെ ലാസ്റ്റ് ആ കില്ലർ അവനെ വെറുതെ വിടുന്നുണ്ട്. നീ പറയണതുപോലെ ആ ആളെ കണ്ടുപിടിക്കാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടും, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വീണ്ടും ഇതുപോലെ ടോർച്ചർ ചെയ്ത് കൊല്ലുമെന്നൊക്കെ പറയാണ്. ആ സമയത്ത് ഇവൻ ഒട്ടും ശ്വാസം കിട്ടാതെ അവൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ ഫേസൊക്കെ റെഡായിട്ട് അവൻ ഇപ്പോൾ മരിക്കുമെന്നുള്ളൊരവസ്ഥയായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ അവൻ രക്ഷപ്പെടുന്നുണ്ട്. അവൻ ആ ഫയർ ആക്സിഡൻറ്റിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ ഈ കില്ലറിൻ്റെ ടോർച്ചറിൽ നിന്നും അവൻ രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഓക്കെ ആവുന്നുണ്ട്. പക്ഷേ അവനെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ അവന് രക്ഷ നേടാൻ പറ്റുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും ഈ ടോർച്ചറിനൊക്കെ അനുഭവിക്കേണ്ടി വരും. ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.